ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഷാക്കിറെ, താങ്കൾ പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം കൂട്ടക്കൊല അല്ലെങ്കിൽ കലാപമാണ് ഗുജറാത്തിൽ 2002 നടന്നത് എന്ന് പറഞ്ഞു. അതെ അതെ. എത്ര പേര് കലാപത്തിൽ മൊത്തത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങേക്ക് അറിയാമോ? ഒന്ന് പറയാമോ? അത് ഉത്തരം പറ. തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഏകദേശം 3000 എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒഫീഷ്യൽ ആളുകൾ കൊല്ലപ്പെട്ടു, 3000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതല്ല ഷാക്കിറ, ഞാൻ ഷാക്കിറ ചോദിക്കട്ടെ, നിർത്തൂ. 3000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു അല്ലേ? ഉറപ്പല്ലേ? സമ്മതിച്ചേ? ഗുജറാത്ത് കലാപത്തിൽ ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത് 1044 1044. അല്ലല്ല, നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കണക്കല്ലേ? ആണോ? ഭയങ്കര. നിങ്ങൾ BJP-യുടെ കള്ളക്കണക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇവിടെ അതല്ലേ താങ്കളോട് നേരത്തെ ചോദിച്ചത്. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കളുടെ പക്കൽ തെളിവുകളുണ്ടെന്ന് പറയുന്നു. എന്നുണ്ടെങ്കിൽ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അക്ഷരാഭ്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ, മദ്രസ വിദ്യാഭ്യാസത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, 2004 മുതൽ 2014 വരെ ഇവിടെ UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. എവിടെ പോണു? വെള്ളം കുടിക്കണം. ആ സമയത്ത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകളുടെ ട്രയൽ നടന്നിട്ടുണ്ട്. SIT, അന്നത്തെ UPA സർക്കാർ അപ്പോയിന്റ് ചെയ്ത SIT-യുടെ റിപ്പോർട്ടുകളുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രകോപിതനാവല്ലേ? ഭരണം മനസ്സിലായോ? പ്രകോപിതനാവല്ലേ? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അതും കൊണ്ട് ചാനലിൽ വന്നിരുന്ന ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പേരാണ് മാത്രം എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതിന്റെ അകത്തുള്ള കേസ് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഞാൻ കൃത്യമായിട്ട് അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങ് അവിടെ വെയിറ്റ് ചെയ്യൂ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അങ്ങക്ക് പിന്നെ BJP സർക്കാർ കൊടുത്തിട്ടില്ല. അന്ന് നരേന്ദ്രമോദിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ഗോകുലെ അവിടുത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ അമിത്ഷാ ആയിരുന്നു. സത്യസന്ധമായി അന്വേഷണം നടത്തിയിട്ടുള്ള മുഴുവൻ നിങ്ങൾ ജയിലിൽ അടച്ചില്ലേ? സഞ്ജീവ് ഭട്ടിനെ 28 കൊല്ലം മുമ്പുള്ള കേസ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ആളുകൾക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞതിനാണ് പൊട്ടത്തരം പറയുന്ന. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അതായത് ശ്രീ ഗോകുലെ, ഇതൊക്കെ ആളുകൾ കാണൂലേ? നിങ്ങളിങ്ങനെ പ്രകോപിതനാകാൻ പാടുണ്ടോ? നിങ്ങൾ അഭിപ്രായം പറഞ്ഞൂടെ? സഞ്ജീവ് ഭട്ടിനെ ജയിലിൽ അടച്ചത് സുപ്രീം കോടതിയാണ്. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നിങ്ങൾക്കൊരു പ്രശ്നം എന്താ? ഇപ്പൊ നമ്മൾ നോക്കുക, ഞാൻ സംസാരിക്കുമ്പോ ഗോകുലിനെയോ അനിൽ നമ്പ്യാരെയോ സുമേഷിനെയോ എന്തെങ്കിലും പ്രകോപനപരമായി പറഞ്ഞോ? എന്തോ എങ്ങനെ നിങ്ങൾ കണക്ക് പറഞ്ഞപ്പോ അദ്ദേഹം എന്താണ് സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മദ്രസ വിദ്യാഭ്യാസം. പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിതൊന്നും ഇല്ലേ?
അതെന്താ മനസ്സിലാവാത്ത ഷാക്കിർ? ഞാൻ മനസ്സിലാക്കിയതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തോന്നാടോ ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ നാണവും അല്ല, ഞാൻ മനസ്സിലാക്കിയതല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല നിങ്ങൾക്ക് ഓക്കെ ശരി, ഇനി നിങ്ങളുടെ കണക്ക് അംഗീകരിച്ച് തന്നാൽ തന്നെ 1000 ചെറിയ സംഖ്യയാണോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഇല്ലാത്ത മനുഷ്യർക്ക് പോലും നാണം ഉണ്ടാണ് ഷാക്കിറെ. ഇത്തരം അതെ അതെ അതെ. എന്നിട്ട് ശ്രീ അന്നവരെ ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇവരുടെ പരിപാടി എന്താ അറിയോ? ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് നമ്മൾ ഓടി എന്ന് പറയാം. നിങ്ങൾ അതിന് വേറെ ആണോ നോക്കി? നമുക്ക് നേരിട്ട് നേരെ സമ്മതിക്കാം. ദൈവമേ ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ 3 പേരെ പച്ചവെള്ളം ചവച്ച് തിന്നുന്ന കുറച്ച് പാവപ്പെട്ടവര് ജനാധിപത്യപരമായിട്ട് അങ്ങോട്ടേക്ക് മാർച്ച്. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? 3 പേരെ വെടിയുണ്ടകൾ ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിട്ടുള്ള വെടിയുണ്ടകൾ അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. എവിടെ പോയിരുന്നു ഷാക്കിറെ? പിന്നെ ഷാക്കിർ ഫസ്റ്റ് റൗണ്ടിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ ഏതെങ്കിലും മതത്തിന്റെ പേരിൽ ആരെങ്കിലും കൊല്ലുന്നത് ശരിയല്ല, അത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്നു, അത് ശരിയല്ല. അതെ അതെ, ശരിയല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറയുന്ന യസീദികളെ ആരാ ഷാക്കിറെ കൂട്ടക്കൊല നടത്തിയത്? അതൊന്നും എനിക്കറിയാൻ മേല. ഏത് മതത്തിന്റെ പേരിൽ? അതിനിപ്പോ RSSകാര് പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ? ഈ ജനം TV പറഞ്ഞുണ്ടാക്കിയതാണോ ഷാക്കിറെ? യസീദികളെ കൂട്ടക്കുരുതി നടത്തിയത് ആരാണെന്നുള്ള കാര്യം ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? കൂട്ടക്കുരുതി നടത്തുന്നത് എന്തിന്റെ പേരിലാണ് ഷാക്കിറെ? അൽ-ഖ്വയ്ദ ലോകത്തെ മുഴുവനും ഭീകരാക്രമണം അഴിച്ചുവിട്ടതാ എന്തിന്റെ? പറ്റില്ല എന്ന് മാത്രം പറയരുത്, ഇതൊരു വാശിയുടെ പ്രശ്നമാണ്. അഫ്ഗാനിസ്ഥാനിലെ ഈ ബൗദ്ധരെ മുഴുവനും കൊന്നൊടുക്കിയതും ബൗദ്ധ പ്രതിമകൾ മുഴുവൻ തകർത്തെറിഞ്ഞതും എന്തിന്റെ പേരിലാണ് ഷാക്കിറെ? അപ്പൊ ലോകം മുഴുവൻ ഇത് മുഴുവൻ ആരാണ് ഷാക്കിറെ അഴിമറിക്കുന്നത്? ഞാൻ എല്ലാ മുസ്ലിങ്ങളും കുഴപ്പക്കാരാണെന്നോ മുസ്ലിങ്ങൾ മുഴുവൻ തെറ്റുകാരാണെന്നോ പറയുവാനോ അങ്ങനെ വിശ്വസിക്കുവാനോ ആഗ്രഹിക്കുന്നില്ല. എന്റെ പൊന്നു ഭായി, എന്നെ കുഴപ്പിക്കരുത്. പക്ഷെ താങ്കൾ ഇവിടെ വന്നിരുന്നു വല്ലാതെ അങ്ങ് വൈറ്റ് വാഷ് അടിച്ച് വിടുമ്പോഴേ നിങ്ങൾ ചോദിക്കുകയാണ് സേവ് ഗാസ, സേവ് ഹമാസ് ഒക്കെ ജനം TV ലോടിച്ചോന്ന്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. സേവ് ലഷ്കർ ഇ തോയ്ബയൊന്നും ഞങ്ങൾ ഓടിക്കാറില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അതൊക്കെ നിങ്ങളുടെ സേവ് ലഷ്കർ ഇ തോയ്ബയും സേവ് ബിൻ ലാദനും സേവ് അഫ്സൽ ഗുരുവും സേവ് മറ്റേ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇങ്ങോട്ടേക്ക് ഷാക്കിർ ഒരു നിമിഷം പറയട്ടെ, ഞാൻ വരാൻ താങ്കളിലേക്ക്. ഞാൻ സമയം തരും താങ്കൾക്ക്. ഓടിക്കാൻ പോകുന്നില്ല, അതും പ്രതീക്ഷിച്ച് ഷാക്കിർ ഇങ്ങോട്ട് വരികയും വേണ്ട. ഷാക്കിറിന് ഒരു വിഷയത്തിൽ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുക. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. യെസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഷാക്കിറിന്റെ ബോധ്യത്തിനനുസരിച്ചല്ല സംസാരിക്കേണ്ടത്, ആധികാരികമായി സംസാരിക്കണം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ശ്രീ ഷാക്കിർ ഇവിടെ പറഞ്ഞു 1044 പേര് ഔദ്യോഗികമായി കൊല്ലപ്പെട്ടതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിൽ 2000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാക്കി കണക്ക് BJP ഉണ്ടാക്കിയ കണക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്റെ സ്വാഭാവികമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നമ്പറിന്റെ ഇരട്ടിയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നവരുടെ എണ്ണം. ഈ 1000 പേരെന്ന് പറയുന്ന നമ്പർ, അതായത് എക്സ്ട്രാ അദ്ദേഹം പറയുന്ന 1000 പേര്, ഈ 1000 പേർക്ക് തീർച്ചയായിട്ടും ബന്ധുക്കൾ ഉണ്ടാകും, സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരുടെ കൂടെ പഠിച്ചവരുണ്ടാവും, അവരെ അറിയാവുന്നവരുണ്ടാവും, ഞാൻ കാല് പിടിക്കാം, ഇനി ഒന്നും വിളിച്ചു പറയല്ലേ, പ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറയുന്ന ഐഡന്റിറ്റി ഉള്ളവരായിരിക്കുമല്ലോ 1000 പേര്. 1000 പേരുടെ ഐഡന്റിറ്റി എവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നൊന്ന് പറയാമോ? നീ അറിഞ്ഞ ഞാൻ പിന്നെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഈ പറയുന്ന 1000 പേരെ കാണുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്ന കേസുകളോ അല്ലാന്നുണ്ടെങ്കിൽ പത്രപരസ്യങ്ങളോ, സ്വാഭാവികമായിട്ട് ഒരാളെ കാണാനില്ലെങ്കിൽ പത്രപരസ്യമെങ്കിലും കൊടുക്കുമല്ലോ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. സർക്കാരാണ് ഭരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി. ഈ 1000 പേരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് UPA സർക്കാർ ഒരു പരിശ്രമം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ UPA സർക്കാർ തീർച്ചയായിട്ടും അതിനകത്തൊരു പരിശ്രമം നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ എന്ന് പറയുന്ന ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഫാഷിസ്റ്റ് ഭീകരനായിട്ടുള്ള ആള് ഈ 1000 പേരെ കൊന്നു, എക്സ്ട്രാ 1000 പേരെ കൊന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് UPA സർക്കാർ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരുന്നതായിരുന്നില്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി.
ലോകത്തിന് കുറച്ചുകൂടി മനസ്സിലാവുമായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കരാള ഹസ്തങ്ങൾ എന്തായിരുന്നു എന്നുള്ള കാര്യം കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. അപ്പൊ UPA സർക്കാർ ഈ 1000 പേരുടെ കാര്യത്തിൽ എടുത്ത നടപടി എന്താണ് എന്ന് ഷാക്കിറിനൊന്ന് വിശദീകരിക്കാമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നേരത്തെ ചർച്ചക്കിടെ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ 3 പേരും ചോദിച്ചു ഞാൻ പറഞ്ഞ ആരോപണത്തിന് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് RSS ആണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ മുസ്ലിമുകളാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞ തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇനി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ യുവരാജ് ഗോകുൽ നമ്പർ തരാൻ, യുവരാജ് ഗോകുലിന് അയച്ചത്, അല്ലെങ്കിൽ അനിൽ നമ്പ്യാരുടെ നമ്പർ എൻ്റെ അടുത്ത്, ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിന് കൊടുത്തോളാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.